എന്താണ് വേദപുസ്തകം ഇഫ്താഹിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്? വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുൻപിൽ വളരെ ഒരു വിചിത്രമായിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഇഫ്താഹ്. ഇഫ്താഹിനെ കുറിച്ച് തുടങ്ങുന്നത് തന്നെ വളരെ മോശമായിരിക്കുന്ന രീതിയിലാണ്. വേദപുസ്തകം ഇഫ്താഹിനെ ചിത്രീകരിക്കുന്നത് വളരെ ഹീനമായിരിക്കുന്ന രീതിയിലാണ്. പ്രധാനമായിട്ട് ഇഫ്താഹ് വെളിപ്പെടുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 12-ാം അധ്യായം 7 വരെയുള്ള വാക്യങ്ങളിലാണ് ഇഫ്താഹിൻ്റെ ചരിത്രം കിടക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകം ബുക്ക് ഓഫ് ജഡ്ജസ് ചാപ്റ്റർ 11 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ പ്രധാനമായിട്ട് 12-ാം അധ്യായം 7-ാമത്തെ വാക്യം വരെ അവിടെയാണ് ഇഫ്താഹിൻ്റെ ചരിത്രം നമ്മൾ കാണുന്നത്. ആരായിരുന്നു ഇഫ്താഹ്? 1-ാമത്തെ വാക്യം വായിച്ചാൽ, വേശ്യാപുത്രനായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഇഫ്താഹിനെ കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത് തന്നെ ഞാൻ പറഞ്ഞു മോശമായിരിക്കുന്ന രീതിയിലാണ്. ഇഫ്താഹിനെ കുറിച്ച് ആദ്യം പറയുന്നത് ഇഫ്താഹ് ഇവിടെ പറയപ്പെടുന്നത് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഹീനമായിരിക്കുന്ന രീതിയിൽ ജനിക്കപ്പെടുവാൻ ഇടയായി തീർന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇഫ്താഹിനെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. ഒരു വളരെ വിചിത്രമായിരിക്കുന്ന കഥാപാത്രമാണ്. ഞാൻ പറയുകയുണ്ടായി, ഇഫ്താഹിൻ്റെ ഭരണകാലം എത്ര കാലം? 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഇഫ്താഹ് ഇസ്രായേലിന് 6 സംവത്സരം ന്യായാധിപനായിരുന്നു. 6 സംവത്സരം ന്യായാധിപന് 6 years ആയിരുന്നു ഇഫ്താഹ് ഭരിച്ചുകൊണ്ടേയിരുന്നത്. 6 വർഷമാണ് ഇഫ്താഹിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത്. ഇവിടെ ഇഫ്താഹിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾക്കറിയാം, ഗിലിയാദിനായിരിക്കുന്ന ഇഫ്താഹ് എന്നാണ് വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. തൻ്റെ പിതാവിൻ്റെ പേര് ആ ദേശത്തിൻ്റെ പേര് പോലെ തന്നെ ഗിലിയാദ് എന്നാണ് അപ്പൻ്റെ പേര്. 11-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ. ഗിലെയാദ്യനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും വേശ്യാപുത്രനായിരുന്നു. ഇഫ്താഹിന്റെ ജനകനോ ഗിലെയാദായിരുന്നു. ഇഫ്താഹിന്റെ ജനകനോ ഗിലിയാദായിരുന്നു. അപ്പോൾ ഗിലിയാദ് എന്നുള്ള പിതാവിൻ്റെ മകനായിരുന്നു ഈ ഇഫ്താഹ് എന്ന് പറയുന്നത്. എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നേരായ രീതിയിൽ ജനിക്കപ്പെടുവാൻ ഇടയായി തീർന്ന ഒരു മകനായിരുന്നില്ല. പിന്നെ ഒരു പരസ്ത്രീയുമായിരിക്കുന്ന ബന്ധത്തിൽ കൂടെ ജനിക്കപ്പെടുവാൻ ഇടയായി തീർന്ന ഒരു മകനായിരുന്നു ഇഫ്താഹ് എന്ന് പറയുന്നത്. എന്നാൽ താഴോട്ട് വായിച്ചാട്ട് അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്, വേഴ്സ് 2. ഗിലെയാദിന്റെ ഭാര്യയും അവന് പുത്രന്മാരെ പ്രസവിച്ചു. ഇതിന് ശേഷം ഗിലിയാദ് വിവാഹം കഴിച്ചു. ഗിലിയാദിന് ഭാര്യ ഉണ്ടായി. ആ ഭാര്യയിൽ കൂടെ അനേക പുത്രന്മാർ ജനിക്കുവാനിടയായി തീർന്നു. നെക്സ്റ്റ്. അവന്റെ ഭാര്യയുടെ പുത്രന്മാർ വളർന്ന ശേഷം അവർ ഇഫ്താഹിനോട്, നീ ഞങ്ങളുടെ പിതൃഭവനത്തിൽ അവകാശം പ്രാപിക്കുകയില്ല. അപ്പോൾ ഇഫ്താഹിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൻ്റെ ജനനം തന്നെ ഹീനമായിരിക്കുന്ന അവസ്ഥയിൽ കൂടെ വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. താൻ ഇങ്ങോട്ട് വളർന്നു വരുന്ന സമയം തന്നെ ഒരു റിജക്റ്റഡ് ആയിട്ടാണ് താൻ വളർത്തപ്പെടുവാനിടയായിത്തീർന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു തെറ്റായിരിക്കുന്ന ഒരു വശം, തനിക്കൊരു പേരുണ്ട്, ആ പേര് വേദപുസ്തകം വെളിപ്പെടുത്തി, താൻ ഇന്ന പുത്രനാണെന്ന് വെളിപ്പെടുത്തി. ആ പേര് പലപ്പോഴും തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ഒരല്പം കൂടെ മുൻപോട്ട് കടന്നു പോയപ്പോൾ ഈ സ്വന്തം സഹോദരന്മാർ തന്നെ ഇഫ്താഹിനെ വെറുക്കുവാനായിട്ടിടയായിത്തീർന്നു. ഇഫ്താഹിനെ അവിടുന്ന് ഓടിച്ചു കളഞ്ഞു. എന്നാൽ ഇഫ്താഹ് ആരായിരുന്നു? വേദപുസ്തകം പറയുന്നു ഇഫ്താഹ് ഒരു പരാക്രമശാലിയായിരുന്നു. താഴത്തെ വാക്യം കൂടെ, 2-ാമത്തെ വാക്യം. ഗിലെയാദിന്റെ ഭാര്യയും 3-ാമത്തെ വാക്യം, വേഴ്സ് 3. അങ്ങനെ ഇഫ്താഹ് തന്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് എന്ന് പാർത്തു. ഇഫ്താഹ് തൻ്റെ സഹോദരന്മാരെ, ഞാൻ ആഫ്റ്റർ ഓൾ ഈ സംഭവം കഥ പോലെ ഒന്ന് പറഞ്ഞിട്ട് എൻ്റെ വിഷയത്തിൽ ഇഫ്താഹിൻ്റെ വിശ്വാസം എങ്ങനെ വെളിപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഇഫ്താഹ് എന്ന് പറയുന്നത് ഇപ്രകാരം ജനിക്കപ്പെട്ടൊരു മകൻ. അതിനുശേഷം ആ പിതാവിന് അനേകം മക്കൾ ജനിച്ചു. എന്നാൽ അവരെന്ത് ചെയ്തു? വളർന്നു വന്നപ്പോൾ ഈ ഇഫ്താഹിനെ തങ്ങളുടെ വീട്ടിൽ നിന്ന് തള്ളിക്കളഞ്ഞു. ഇഫ്താഹ് പരാക്രമശാലി ആണെങ്കിലും ഇഫ്താഹ് വേറൊരു ദേശത്ത് ചെന്ന് തോബ് ദേശത്ത് നിന്ന് പാർക്കുവാനായിട്ടിടയായിത്തീർന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ അമ്മോന്യ രാജാവ് ഇസ്രായേൽ മക്കളുമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വരികയാണ്. ഇപ്രകാരം യുദ്ധം ചെയ്യുവാൻ കടന്നു വന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഭരിക്കുവാൻ തക്കണം അവരെ നായകനായിട്ട് ആരുമില്ല. ആ ഒരു സമയത്ത് ഈവൻ ഗിലിയാദിലെ ആൾക്കാർ കടന്നു എന്ന് ഇഫ്താഹിനെ വിളിക്കുകയാണ്. തൻ്റെ സഹോദരന്മാർ തന്നെ കടന്നു എന്ന് ഇഫ്താഹിനോട് പറയുകയാണ്, നീ ഞങ്ങൾക്ക് നേതാവായിരിക്കണം, നായകനായിരിക്കണം. അപ്പോൾ ഒരിക്കൽ തള്ളിക്കളഞ്ഞു കാണിക്കുന്ന തൻ്റെ സഹോദരന്മാർ
ഇഫ്താഹിനെ വിളിച്ചിട്ട് ഇഫ്താഹിനെ ഇസ്രയേലിൻ്റെ ന്യായാധിപനാക്കി തീർത്തു. ഇഫ്താഹ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്നെ ന്യായാധിപനാക്കാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നായകനായിട്ടിരിക്കാം. ഇങ്ങനെ ഇവർ വാക്ക് കൊടുത്തിട്ട് ഇഫ്താഹ് അത് സമ്മതിച്ച് അങ്ങനെ ഇസ്രയേൽ മക്കളുടെ നായകനായിട്ട് താനായിരിക്കുമ്പോൾ അതിനു മുൻപാണ് അമ്മോന്യർ വന്ന് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വന്നത്. യുദ്ധം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇഫ്താഹ് ചെന്നിട്ട് ദൈവസന്നിധാനത്തിൽ പോയി തൻ്റെ കാര്യങ്ങളെല്ലാം ദൈവത്തോടങ്ങ് പറഞ്ഞു. അതിനുശേഷം അമ്മോന്യ രാജാവിൻ്റെ അടുക്കിലേക്ക് ആളയച്ചിട്ട് അമ്മോന്യ രാജാവിനോട് പറഞ്ഞു, നീ എന്തിനാ എൻ്റെ അടുത്ത് യുദ്ധത്തിന് വരുന്നത്? ഞങ്ങൾ നിൻ്റെ യാതൊന്നും കൈവശമാക്കിയില്ലല്ലോ, പിന്നെ എന്തിനാ യുദ്ധത്തിന് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മോന്യ രാജാവ് ഇപ്രകാരം പറഞ്ഞു, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുന്ന സമയത്ത് മരുഭൂ പ്രയാണത്തിൽ അവർ ഞങ്ങളുടെ ചില ദേശങ്ങൾ കൈവശമാക്കി. ആ ദേശം ഞങ്ങൾക്ക് മടക്കി തരിക. നിങ്ങൾ മനസ്സിലാക്കണം, എത്ര വർഷം മുമ്പ് അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 26-ാമത്തെ വാക്യം വേഴ്സ് 26, 300 സംവത്സരത്തോളം പാത്രി, ഏതാണ്ട് 300 കൊല്ലങ്ങൾക്ക് മുൻപുള്ള ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അമ്മോന്യ രാജാവ് ഇസ്രായേൽ മക്കളുമായി യുദ്ധത്തിന് കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി തിരിച്ച് സീഹോനുമായിട്ടൊക്കെ യുദ്ധം ചെയ്ത് കഴിഞ്ഞ് ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ 350 വർഷം കഴിഞ്ഞു. അപ്പോൾ ഈ 300 ചില്ലുവാന വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അമ്മോന്യ രാജാവ് തൻ്റെ ദേശം ഇസ്രായേൽ മക്കൾ കൈവശമാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അത് തിരിച്ചു പിടിക്കുവാനായിട്ട് വരുന്നത്. ആ സമയത്ത് ഇഫ്താഹ് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ നിൻ്റെ ദേശമൊന്നും പിടിച്ചെടുത്തിട്ടില്ല, പിന്നെ നീ എന്തിനാ ഞങ്ങളുടെ അടുത്ത് വരുന്നത്? ഇല്ല, നീ പിടിച്ചെടുത്തു. എന്നിട്ട് അതിനെക്കുറിച്ചൊരു സംഭാഷണമൊക്കെ നടന്നിട്ട് അവസാനമായിട്ട് ഇഫ്താഹ് ദൈവത്തിന് മുമ്പാകെ ഒരു കാര്യം പറഞ്ഞു, ദൈവമേ, ഒരു കാര്യം, നീ ഈ അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ ജയാളിയായി മടങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആര് എന്നെ എതിരേറ്റ് വരുന്നതും അത് നിനക്കുള്ളതായിരിക്കും. ദൈവത്തിന് ഹോമയാഗമായി അർപ്പിക്കും. ഈ ഒരു തീരുമാനം താൻ എടുക്കുകയുണ്ടായി. ആ തീരുമാനമെടുത്ത് പോയി യുദ്ധം കഴിഞ്ഞ് ജയാളിയായിട്ട് താൻ മടങ്ങി വരുമ്പോൾ തന്നെ എതിരേറ്റ് വന്നത് തൻ്റെ മകളാണ്. ഒരേ ഒരു മകൾ മാത്രമേ ഉള്ളൂ ഇഫ്താഹിന്. ഈ മകളാണ് തന്നെ എതിരേറ്റ് വന്നത്. ഈ മകളോട് ഇഫ്താഹ് പറയുണ്ടായി, എൻ്റെ മകളെ, എനിക്ക് ദൈവത്തിന് കൊടുത്ത വാഗ്ദത്തത്തിന് എനിക്ക് മാറിപ്പോവാൻ സാധ്യമല്ല. ദൈവത്തിന് നിന്നെ ഞാൻ ഹോമയാഗമായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പിന്മാറിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇഫ്താഹ് ഈ മകളെ ഏൽപ്പിച്ചു കൊടുക്കുക. ആ മകൾ ഒരു കാര്യം പറഞ്ഞു, പിതാവ് ഒരു കാര്യം ചെയ്യണം, 2 മാസം എനിക്ക് അവധി തരണം, അതിനുശേഷം നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തു. ബട്ട് ആ സമയത്ത് ഞാൻ പോയി എൻ്റെ കന്യകത്വത്തെക്കുറിച്ചൊന്ന് വിലപിച്ചുകൊണ്ട് ഞാൻ മടങ്ങി വരാമെന്ന് പറഞ്ഞ് മകൾ കടന്നുപോയി. 2 മാസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ യഹോവയ്ക്ക് ഒരു നേർച്ചയായിട്ട് ഹോമയാഗമായിട്ട് തൻ്റെ മകളെ സമർപ്പിച്ചു. ഇതിനുശേഷം ഒരല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ഇസ്രായേൽ മക്കളിൽ വേറെ ഗോത്രമായിരിക്കുന്ന എഫ്രൈമർ ഈ ഇഫ്താഹുമായിട്ട് യുദ്ധം ചെയ്യുവാനായിട്ട് കടന്നു വന്ന് അവരെയും ഈ ഇഫ്താഹ് തോൽപ്പിച്ച് പരിപൂർണമായിട്ട് ഒരു ജയാളിയായി നിന്ന് തുടർന്നുള്ള വർഷങ്ങൾ ഇഫ്താഹ് ഇസ്രായേൽ മക്കളെ ഭരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം. എന്നാൽ ഇതാണ് ഇഫ്താഹിൻ്റെ ആഫ്റ്റർ ഓൾ ജീവചരിത്രമെന്ന് നമ്മൾ പറയുന്നത്. 2 യുദ്ധങ്ങളാണ് ഇഫ്താഹ് ചെയ്യേണ്ടി വന്നു. 1, അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നു. 2, ഈ എഫ്രൈമരോട്, ഇസ്രായേൽ മക്കളിൽ ഒരു ഗോത്രമായിരിക്കുന്ന എഫ്രൈമരോട് യുദ്ധം ചെയ്യുവാൻ ഇടയായിത്തീർന്നു. കരങ്ങളുയർത്ത ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ 2 യുദ്ധങ്ങൾ ചെയ്യുവാൻ ഇടയായിത്തീർന്ന് ജയത്തോടുകൂടെ നിൽക്കുന്ന ഒരു ഇഫ്താഹ്. എന്താണ് ഇഫ്താഹിൻ്റെ ജീവിതത്തിൽ ഒരു വിശ്വാസത്തെ നമ്മൾ കാണുവാൻ സാധിക്കും? നിങ്ങൾക്കറിയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു കാര്യമാണ് ഇഫ്താഹിൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു വന്നത്. നമ്മൾ പലപ്പോഴും പ്രയാസത്തോടുകൂടെ മാത്രമേ ഇഫ്താഹിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുവാൻ സാധിക്കത്തുള്ളൂ. ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഒരു ഹാർഷായിരിക്കുന്ന ഒരു തീരുമാനമല്ലേ ഇഫ്താഹിനെ കൊണ്ട് ഈ സ്റ്റെപ്പിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്നൊക്കെ നമുക്ക് ചിന്തിക്കുവാൻ ഇന്ന് രാത്രി നമ്മളതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുകയാണ്. എന്താണ് ഇഫ്താഹിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്? വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഇഫ്താഹ് ഉൾപ്പെടുവാനുള്ള കാരണമെന്തോ? അതിൻ്റെ 1-ാമത്തെ കാരണം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, വേദപുസ്തകം പറയുന്നു, ആ ഇഫ്താഹിനെ കുറിച്ച് അതിൻ്റെ ഫസ്റ്റ് വേർഡ് 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. ഗിലെയാദിനായ ഇഫ്താഹ് പരാക്രമശാലിയെങ്കിലും
വേശ്യാപുത്രനായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇഫ്താഹിനെ കുറിച്ച് വേദപുസ്തകം വെളിപ്പെടുത്തുന്നു. ഇഫ്താഹ് പരാക്രമശാലിയാണ്. ഹി വാസ് എ മൈറ്റി വാലർ. അവൻ താൻ ഒരു പരാക്രമശാലിയെ. ശ്രദ്ധിക്കണം, ഇഫ്താഹിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത വിശ്വാസം വെളിപ്പെടുത്തുവാൻ ഇടിയായി തീർന്ന ഒന്നാമത്തെ സാഹചര്യമാണ് ഞാൻ പറയുവാൻ ഇടിയായി തീർന്നത്. ഇഫ്താഹ് ആരായിരുന്നു? ഇഫ്താഹ് ഒരു പരാക്രമശാലിയായിരുന്നു. ഇഫ്താഹിന് നന്നായിട്ടറിയാം താൻ ഒരു പരാക്രമശാലിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഗിദിയോനെ നോക്കിക്കൊണ്ട് ദൈവം ഇപ്രകാരം പറയുണ്ടായി. ഈ ഗിദിയോനോട് പറഞ്ഞത്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോടുകൂടെ ഉണ്ട്. ഗിദിയോൻ ദൈവത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, ഞാനാണോ പരാക്രമശാലി? നമ്മളാണെങ്കിലും ഗിദിയോനോട് ഇത് തന്നെ ചോദിക്കും. എന്നാൽ ഇവിടുത്തെ വിഷയം അതല്ല. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇഫ്താഹ് എന്നുള്ള വ്യക്തി പരാക്രമശാലി ആകുന്നുവെന്ന് തനിക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. എല്ലാവർക്കും പരസ്യമായിട്ട് മനസ്സിലാക്കപ്പെട്ട ഒരു സത്യമാണ്, ഈ ഇഫ്താഹിന് ചില ജന്മനാ ചില കഴിവുകൾ ഉണ്ടായിരുന്നു. താൻ ഒരു പരാക്രമശാലിയായിരുന്നു. തൻ്റെ താൻ പരാക്രമശാലി ആയതാണ് ഇഫ്താഹിൻ്റെ അടുക്കിലേക്ക് അമ്മോന്യർ യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഓടിച്ചെന്നിട്ട് ഇഫ്താഹിനെ നായകനായിട്ട് ക്ഷണിച്ചതിൻ്റെ കാരണം അതാ. കാരണം ഇസ്രായേൽ മക്കൾ എല്ലാവരും മനസ്സിലാക്കിയ ഒരു സത്യമാണ്, ഈ ഇഫ്താഹ് എന്ന് പറയുന്നത് ഒരു പരാക്രമശാലിയാണ്. അപ്പോൾ അത് വേദപുസ്തകം അത് വെളിപ്പെടുത്തുന്നു, ഇഫ്താഹ് പരാക്രമശാലിയാണ്. എന്നാൽ ഇഫ്താഹിൻ്റെ വിശ്വാസം വെളിപ്പെടുത്തുവാൻ ഇടിയായിത്തീർന്ന സാഹചര്യം എന്ന് പറയുന്നത് അതല്ല. ഇഫ്താഹ് പരാക്രമശാലി എന്നുള്ളത് സത്യമായിരിക്കുമ്പോൾ തന്നെ ഇഫ്താഹിൻ്റെ അടുക്കൽ വായിച്ചിട്ടതിന് മൂന്നാമത്തെ വാക്യം കൊടുത്ത് വായിച്ചിട്ട് വേഴ്സ് 3. അങ്ങനെ ഇഫ്താഹ് തന്റെ സഹോദരന്മാരെ വിട്ട് തോബ് ദേശത്ത് എന്ന് പാർത്തു. നിസ്സാരന്മാരായ ചിലർ ഇഫ്താഹിനോട് ചേർന്ന് വളരെ വെയിൻ പീപ്പിൾ, ഹീനമായിരിക്കുന്ന ആൾക്കാർ. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം ഹീനമായിരിക്കുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അവരുടെ പ്രവൃത്തിയും ഹീനമായിരിക്കുന്ന പ്രവൃത്തിയായിരിക്കും. അപ്പോൾ ഇഫ്താഹിനോടുകൂടെ ചേരുവാൻ ഇടിയായിത്തീർന്ന ഒരു കൂട്ടം ആൾക്കാർ ഹീനമായിരിക്കുന്ന ആൾക്കാരാകുന്നുവെങ്കിൽ, ഒന്ന് എൻ്റെ ചിന്തയിൽ ഞാൻ ചിന്തിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഇഫ്താഹിനോടുകൂടെ ഒരു കൂട്ടം ചേരത്തക്കവണ്ണമുള്ള ഒരു കൂട്ടം ആൾക്കാരും കൂടെ ഇഫ്താഹിനോട് കൂട്ടിച്ചേരുവാനിടയായിത്തീർന്നു. അപ്പോൾ ഇഫ്താഹ് മാത്രമല്ല ഉണ്ടായിരുന്നത്, ഇഫ്താഹിനോടുകൂടെ ഒരു സംഘമുണ്ടായിരുന്നു. ഇത്രയും ഒരു സംഘം ഉള്ളപ്പോൾ ഹീനമായിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇഫ്താഹിനോടുകൂടെ ചേർന്ന് നിൽക്കുന്നു എങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോണം, ഇഫ്താഹിന് വേണമായിരുന്നെങ്കിൽ ഈസി ആയിട്ട് തൻ്റെ സഹോദരന്മാരെ കൊന്ന് ആ ദേശത്തിൻ്റെ നായകത്വം ഏറ്റെടുക്കാമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനൊരു ഇഷ്യൂ കടന്നു വന്ന സമയത്ത് ഇഫ്താഹ് തൻ്റെ കഴിവിൽ ആശ്രയിക്കുവാനല്ല പോയത്, തനിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് ചിന്തിക്കുവാനല്ല പോയത്. ഇഫ്താഹ് തൻ്റെ സഹോദരന്മാർ തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ, തനിക്ക് തൻ്റെ കുടുംബത്തിൽ അവകാശമില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും പരാക്രമശാലിയാകുന്നു എങ്കിലും ഇഫ്താഹ് ഒരു പ്രശ്നത്തിന് നിൽക്കുവാൻ ആഗ്രഹിക്കാതെ ഇഫ്താഹ് ആ സ്ഥലം വിട്ടു പോകുക. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞ വേർഡ് നിങ്ങൾ നോക്കണം. ഞാൻ പറഞ്ഞു വന്ന വേർഡ് ഇതാണ്, ഇഫ്താഹിന് പരസ്യമായിട്ട് തൻ്റെ സഹോദരന്മാരുമായിട്ട് മല്ല് പിടിക്കാമായിരുന്നു, മല്ല് പിടിച്ച് ഇഫ്താഹിന് ജയിക്കാമായിരുന്നു. കാരണം ഒരു വലിയ കൂട്ടം തന്നോടുകൂടെയുണ്ട്, പോരാത്തതിന് താനൊരു പരാക്രമശാലിയും കൂടെയാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇഫ്താഹിന് ഈസി ആയിട്ട് തൻ്റെ സഹോദരന്മാരെ നേരെ എതിർത്ത് തനിക്ക് അത് അവകാശമായി പ്രാപിക്കുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇഫ്താഹ് തൻ്റെ സ്വന്തം ബലത്തിൽ ആശ്രയിക്കുവാൻ ആഗ്രഹിക്കാതെ ആ ദേശത്തു നിന്ന് തൻ്റെ സഹോദരന്മാരുടെ വാക്ക് കേട്ട് തോബ് ദേശത്തേക്ക് ചെന്ന് പാക്കുക. എന്താ ഇഫ്താഹെ നിന്നെ അങ്ങോട്ട് കൊണ്ടെത്തിച്ചത്? നീ പരാക്രമശാലിയല്ലേ? നിനക്ക് ഇഫ്താഹിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഇസ്രായേൽ മക്കളോട് അമ്മോന്യർ യുദ്ധം
ചെയ്യുവാൻ കടന്നു വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഓടി ഇഫ്താഹിൻ്റെ അടുക്കൽ ചെന്നു. ഇഫ്താഹിനോട് നീ ഞങ്ങളുടെ നായകനായിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇഫ്താഹ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ നിങ്ങളുടെ ന്യായ സേനാപതി ആക്കാമെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ശ്രദ്ധിച്ചോണം ആ വേർഡ്. അപ്പോൾ ഇഫ്താഹിന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ആരായിത്തീരണം? ഇസ്രായേൽ മക്കളുടെ ഒരു സേനാധിപതി അഥവാ ഒരു നായകനാകണം. ഹി ഈസ് എലിജിബിൾ ഫോർ ദാറ്റ് പർപ്പസ്. ശാരീരികമായിട്ട് താൻ നോക്കിയാൽ തനിക്കതിന് യോഗ്യതയുണ്ട്, തനിക്കതിന് കഴിവുണ്ട്, തനിക്കതിന് ശക്തിയുണ്ട്. ഇതെല്ലാം തനിക്കുണ്ടെങ്കിലും താൻ ഒന്ന് ചെയ്യുവാൻ ആഗ്രഹിച്ചില്ല. തൻ്റെ സ്വന്തം ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഈ അധികാരം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കാതെ he waited for the time of God. ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി താൻ കാത്തിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത. തൻ്റെ വിശ്വാസം വെളിപ്പെടുത്തിയത് അവിടെയാണ്. ശ്രദ്ധിക്കണം, ഞാൻ പറയുന്ന വേർഡ്, ഞാൻ പറഞ്ഞു വന്ന വേർഡ് ഇതാണ്. ഇഫ്താഹിന് ഈസിയായിട്ട് തൻ്റെ സഹോദരന്മാരെ കൊല്ലുവാൻ സാധിക്കുമായിരുന്നു. തനിക്ക് ആ ദേശം കൈവശമാക്കാമായിരുന്നു. തൻ്റെ സ്വന്തം സഹോദരങ്ങൾ തന്നെ എതിർത്ത സ്ഥാനത്ത് ഇഫ്താഹ് തിരിച്ചെതിർക്കുവാനല്ല ആഗ്രഹിച്ചത്. ഇഫ്താഹ് മറുവഴിയായിട്ട് കടന്നു പോകുകയാണ്. ഒരു കൺഫ്രണ്ടേഷന് നിൽക്കുവാൻ ആഗ്രഹിക്കാതെ, ഒരു പ്രശ്നത്തിന് നിൽക്കുവാൻ ആഗ്രഹിക്കാതെ, പ്രശ്നത്തിൽ നിന്ന് താൻ ഒഴിഞ്ഞങ്ങ് മാറുക. തനിക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല താൻ ഒഴിഞ്ഞു മാറിയത്. പിന്നെയോ തനിക്കൊരു കാര്യം അറിയാം, ദൈവം എന്നെ ഒരു പൊസിഷനിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ടല്ല, സ്വർഗത്തിലെ ദൈവം തന്നെ അതിന് ഒരു വഴി ഒരുക്കി തരും. നിങ്ങൾ മനസ്സിലാക്കണം, ഇഫ്താഹിൻ്റെ വിശ്വാസം ആദ്യം വെളിപ്പെടുന്ന അവിടെയാണ്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി താൻ കാത്തിരിക്കുക. തൻ്റെ ഉള്ളിൽ തനിക്കറിയാം തന്നെ ദൈവം ആക്കി വച്ചിരിക്കുന്നതും ദൈവം തൻ്റെ മേൽ കൃപ പകർന്നിരിക്കുന്നതും ഈ ഒരു പർപ്പസിനാണെന്നുള്ളത് തനിക്ക് വ്യക്തമായിരിക്കുന്ന ബോധ്യമുണ്ട്. ഇഫ്താഹിനറിയാം ദൈവം എന്നെ കുറിച്ച് ആക്കി വച്ചിരിക്കുന്നത്, ജന്മനാ തന്നെ എന്നെ ഒരു പരാക്രമശാലിയാക്കി ദൈവം വെച്ചിരിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്. ഈ ജനത്തിന് വേണ്ടി എന്തെങ്കിലും രീതിയിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഇഫ്താഹിന് അറിയാം. എന്നാൽ ഇഫ്താഹിന് ഒന്ന് വേണ്ട, എൻ്റെ സ്വന്തം എഫേർട്ട് കൊണ്ട് ഞാനത് ഏറ്റെടുക്കുവാനല്ല ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി താൻ കാത്തിരുന്നു. മനസ്സിലായോ ഞാൻ പറഞ്ഞ പോയിന്റ്? ഈസിയായിരുന്നു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഹീനന്മാരായിരുന്നു, വെറും വെയിൻ പീപ്പിൾ. കൊല്ലട എന്ന് പറഞ്ഞാൽ കൊല്ലാൻ തന്നെ ഒരുക്കമുള്ള ഒരു കൂട്ടത്തെ കൊണ്ടാണ് ഈ പുള്ളി നടക്കുന്നത്. ഒറ്റ വേർഡ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ താൻ ഒന്നാഗ്രഹിച്ചു, ഇവരുടെ കൈ കൊണ്ടല്ല ഞാൻ ആകേണ്ടത്, സ്വർഗത്തിലെ ദൈവം എന്നെക്കുറിച്ച് ആ പൊസിഷൻ ആഗ്രഹിക്കുന്നു എങ്കിൽ 100% ഞാൻ ആ സ്ഥാനത്തേക്ക് കടന്നു വരും. ഒന്ന് മനസ്സിലാക്കി, ഇതാണ് ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത. ദാവീദ് എന്താ ആഗ്രഹിച്ചത്? ശൗലിനെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് മാറ്റി ദാവീദിനെ രാജാവാക്കുമ്പോൾ ദാവീദിൻ്റെ പിന്നാലെ ശൗൽ ഓടി നടക്കുക ദാവീദിനെ കൊല്ലാൻ. പക്ഷേ ദാവീദിന് പല വട്ടം അവസരം ലഭിച്ചു ഈ ശൗലിനെ കൊല്ലാൻ. പക്ഷേ ദാവീദ് പറഞ്ഞൊരു വേർഡുണ്ട്, എൻ്റെ കൈ കൊണ്ട് അഭിഷിക്തനെ ഞാൻ കൊല്ലത്തില്ല. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ഞാൻ ഇസ്രായേലിന് രാജാവാകും. എങ്ങനെ സാധിക്കും? ഒന്നുകിൽ ദൈവം ഒരു ശത്രുവിനെ അയച്ച് ആ ശത്രുവിനെയും കൊണ്ട് ശൗലിനെ കൊല്ലിക്കും, അല്ലെങ്കിൽ അവൻ സാധാരണമായിട്ട് മരിക്കും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, എൻ്റെ ദൈവം എനിക്ക് വാഗ്ദത്തം തന്നതുകൊണ്ട് എൻ്റെ കൈകൊണ്ട് അത് ചെയ്ത് ആ പൊസിഷൻ എടുക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിപ്പാൻ. ഇതാണ് ഇഫ്താഹിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യത. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മളെ ഏതെങ്കിലും സ്ഥാനത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവിക പർപ്പസിലേക്ക് 100% ദൈവം കൊണ്ടുവരും. പക്ഷേ വേണ്ടത് എൻ്റെ മാനുഷിക കാഴ്ചപ്പാടിനനുസരണമായിട്ട് പ്രവർത്തിച്ച് ഞാൻ ഏറ്റെടുക്കുവാൻ ഒരിക്കലും ആഗ്രഹിക്കരുത്. നിങ്ങൾക്കറിയാം, മോശ എന്തുകൊണ്ട് മിസ്രൈമിൽ നിന്ന് വിട്ടോടേണ്ടതായിട്ട് വന്നു?
അതിൻ്റെ കാരണം ദൈവിക പർപ്പസ് മനസ്സിലാക്കിയ മോശ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ തൻ്റെ കൈകൊണ്ട് അത് ഏറ്റെടുക്കുവാനായിട്ട് ആഗ്രഹിച്ചു. മനസ്സിലായി ഞാൻ പറഞ്ഞു വന്നേ? എന്തുവാ മോശ ചെയ്തത്? ഒരു മിസ്രൈമിനെ ഇസ്രയേലും തമ്മിൽ വഴക്കുണ്ടാക്കുക, മിസ്രൈമിനെ കൊന്ന് മറവ് ചെയ്തു. അടുത്ത ദിവസം 2 ഇസ്രയേൽ മക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കി. സ്നേഹമായിട്ട് കടന്നുപോയി പറയുക, നിങ്ങൾ സഹോദരന്മാരല്ലേ, നിങ്ങൾ തമ്മിൽ വഴക്കിടുന്ന എന്തിനാ? ഇവിടെയാണ് മറ്റവൻ ചോദിച്ചത്, നീ ഇന്നലെ ഇവനെ കൊന്നതുപോലെ നീ ഞങ്ങളെയും കൊല്ലാനാണ് താല്പര്യം? എന്ത് മനസ്സിലാക്കി? മോശ ഈ പ്രവൃത്തി ചെയ്തത് തന്നെയാണ് ദൈവം ന്യായാധിപനായിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾക്ക് നായകനാക്കി വെച്ചിരിക്കുന്നുള്ള വ്യക്തമായിരിക്കുന്ന ബോധ്യത്തോടുകൂടെ അതിൻ്റെ ഒരു പ്രവൃത്തി മോശ വെളിപ്പെടുത്തിയതാ. എന്താ മോശ ചെയ്തത്? ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ തൻ്റെ സ്വന്തം കാഴ്ചപ്പാടിൽ കൂടെ മോശ ഒരു പ്രവർത്തനം പ്രവർത്തിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നീണ്ട 40 വർഷം മോശ മരുഭൂമിയിൽ ഉലയേണ്ടതായിട്ട് വന്നു. 40 വർഷക്കാലം മോശ മരുഭൂമിയിൽ കൂടെ കടന്നുപോയി. എന്താ കാരണമായിരുന്നത്? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മെക്കുറിച്ച് ഒരു പർപ്പസ് ആഗ്രഹിക്കുന്നുവെങ്കിൽ 100% ദൈവം അത് വെളിപ്പെടുത്തും, ദൈവം അത് യഥാസ്ഥാനപ്പെടുത്തും. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, 1 Peter chapter 5 verse 5 and 6. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവിൻ. ദൈവം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. Praise God. ദൈവത്തിന്റെ തിരുവചനം നമ്മോട് പറയുന്നു, ദൈവം എന്ത് ചെയ്തു? ഇളയവരോട് പറയുന്നൊരു കാര്യമാണ്, എന്തോ ചെയ്യണം? മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പി. എന്തിനാ അവിടെ പറയുന്നത്? താഴെ ആ വാക്യം പറയുന്നു, ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങി, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുവീൻ. എന്നിട്ട് നെക്സ്റ്റ് വേർഡ് ആണ് വളരെ പ്രാധാന്യത. അവിടെ പറയുന്നത് ദൈവം താഴ്മയുള്ളവർക്ക് എന്ത് കൊടുക്കുന്നു? എന്നിട്ട് നെക്സ്റ്റ് വേർഡ് ഒന്ന് വായിച്ച്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലം മതി. അതുകൊണ്ട് അവൻ തക്ക സമയത്ത്. ഏതുകൊണ്ട്? മുകളിൽ പറഞ്ഞിരിക്കുന്ന കൊണ്ട്. മൂപ്പന്മാർക്ക് ഇളയവരെ കീഴടങ്ങിയിരിക്കുന്നു എങ്കിൽ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂപ്പൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും, മൂപ്പന് ഒരു ചാൻസ് കൊടുത്തില്ലെങ്കിലും, ആ മൂപ്പനെ തട്ടി മാറ്റി ഇളയവനെ ദൈവം കൊണ്ട് ആ സ്ഥാനം. ബട്ട് എന്തു വേണം? അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതാകിയാൽ അവൻ്റെ ബലമുള്ള കൈക്കീഴ്. ശ്രദ്ധിച്ചോണേ, ഈ ഒരു വേർഡ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും അടുത്ത ലെവലിലേക്ക് ഉയർച്ച വരണമെങ്കിൽ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ഈ അധികാരികൾക്ക് നാം കീഴ്പ്പെട്ടിരിക്കേണ്ടത് ആവശ്യം. ഒരുപക്ഷെ ചോദിക്കുമായിരിക്കാം, ഈ അധികാരി മൂർഖര. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ദാസൻ ഇപ്രകാരം പറയുന്നു, നിങ്ങൾക്ക് നല്ലവർക്ക് മാത്രമല്ല മൂർഖന്മാർക്കൂടെ കീഴടങ്ങിയിരിപ്പി. അപ്പോൾ നമ്മളെ നയിക്കുന്ന ആള് മൂർഖനാണെങ്കിലും, ഓഫീസിലെ മേലധികാരി മൂർഖനാണെങ്കിലും, ദൈവം ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാമോ? ഒന്ന് കീഴടങ്ങിയിരിക്കണം. എന്തിനാ? ഒന്ന് മനസ്സിലാക്കണം, ഇവരെ കൊണ്ട് എൻ്റെ മേളിൽ വെച്ചിരിക്കുന്നതിനോ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. നമ്മൾ പലപ്പോഴും പലതും മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കാതെ, പഠിക്കുവാൻ ആഗ്രഹിക്കാതെ, അതിനെ കെട്ടുപൊട്ടിച്ചോടുവാൻ ആഗ്രഹിക്കുന്നത് ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. ദൈവം ഈ മൂർഖനെ കൊണ്ട് എൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും ഈ മൂർഖൻ കോപിക്കുമ്പോൾ പലപ്പോഴും ന്യായമായിരിക്കുന്ന പോലെ മിണ്ടാതിരുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഒരു കാര്യം സത്യമാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതാകിയാൽ അവൻ്റെ ബലമുള്ള കൈക്കീട്. അപ്പോൾ അവൻ്റെ ബലമുള്ള കൈക്കീട് ഞാൻ താണിരിക്കുന്നു എങ്കിൽ എന്തുണ്ടാകും? അവൻ തക്ക സമയത്ത് നമ്മൾ ഉയർത്തും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങൾക്ക്, ആ സാഹചര്യങ്ങളിൽ ഒരു സംതൃപ്തി എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്.
പലപ്പോഴും അസംതൃപ്തരായിരിക്കുന്നത് പല പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. എന്നാൽ എനിക്ക് ഒരു സംതൃപ്തി ഉണ്ടെങ്കിൽ, ദൈവം എന്നെ ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നത് എന്നെ ഒരു മോൾഡിങ്ങിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ആ മോൾഡിങ്ങിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, ദൈവകരങ്ങളെ താഴ്ത്തി കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, ദൈവം എന്ത് ചെയ്യും? എപ്പോൾ? തക്ക സമയത്ത്. ദൈവത്തിൻ്റെ സമയമുണ്ട്. ദൈവത്തിന് ഇഫ്താഹിനെ കുറിച്ചൊരു സമയമുണ്ട്. ഇസ്രായേലിൻ്റെ ഒരു നായകനായിട്ട് ഉയർത്തുവാനുള്ള സമയമുണ്ട്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇഫ്താഹിന് അത് ചെയ്യാമായിരുന്നു. പക്ഷെങ്കിൽ ഇഫ്താഹ് ഒന്ന് ആഗ്രഹിച്ചു, സ്വർഗത്തിലെ ദൈവം തന്നെയാണ് എന്നെ ഉയർത്തേണ്ടത്. സാഹചര്യം വന്നാൽ പിന്നെ വെറുതെ വിടത്തില്ല. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി താൻ കാത്തിരുന്നു. ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ മക്കൾ, ഇവിടെ എന്ത് സംഭവിച്ചു? ഇത്രമാത്രം ഹീനമായിരിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരെല്ലാം തന്നെ കുറ്റപ്പെടുത്തുമ്പോൾ, തൻ്റെ ജനനത്തെക്കുറിച്ച് തന്നെ ഹീനമായിട്ട് പറയുമ്പോൾ, ഒരു പക്ഷെങ്കിൽ തൻ്റെതായിരിക്കും കൂട്ടുകാരെക്കുറിച്ച് ഹീനമായി പറയുമ്പോഴും അവൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ കരങ്ങൾ ഞാൻ താണിരിക്കുന്നു. എന്ത് സംഭവിച്ചു? ദിവസങ്ങൾ മുൻപോട്ട് കടന്നു പോയപ്പോൾ ആര് തന്നെ നീ ഞങ്ങളുടെ വീട്ടിൽ കൊള്ളാത്തവനെന്ന് പറഞ്ഞുവോ, നീ ഞങ്ങളുടെ കുടുംബത്തിൽ നിനക്ക് യാതൊരു അവകാശമില്ല എന്ന് പറഞ്ഞുവോ, അവര് പിടിച്ച് തന്നെ കൊണ്ട് നായകനാക്കി. മനസ്സിലായില്ല ഞാൻ പറഞ്ഞു വന്നേ? ഈ സഹോദരന്മാര് നീ ഞങ്ങളുടെ കുടുംബത്തിൽ നിൽക്കുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് അവനെ ഓടിച്ചു വിട്ടവരാ. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇതേ ഓടിച്ചു വിട്ട സഹോദരന്മാരെ കടന്നു എന്നിട്ട് അവരുടെ നായകനാക്കി ഇരിക്കണമേ എന്ന് ഇഫ്താഹിനോട് യാചിപ്പിച്ച ഒരു ദൈവമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു യോസെഫിനെ കുറിച്ച് ഒന്നാഗ്രഹിച്ചു, ഇവൻ്റെ സ്വപ്നം എവിടെ പോകുമെന്ന്. സഹോദരന്മാരെല്ലാം കൂടെ പൊട്ടക്കണ്ണിട്ടു. ഒരല്പം കഴിഞ്ഞപ്പോൾ ഈ സകല സഹോദരന്മാർ വന്ന് തൻ്റെ മുമ്പിൽ മുട്ടുമടക്കുക. ചോദിക്കുന്നൊരു കാര്യമുണ്ട്, തൻ്റെ അപ്പൻ മരിച്ചുപോയി, ഇനി ഈ ഇളയ സഹോദരൻ തങ്ങളോടുള്ള പക വീട്ടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളോട് കരുണ കാണിക്കണമെന്ന് പറഞ്ഞു യോസെഫിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുക ഈ സഹോദരന്മാർ. എന്താ വിഷയം? ദൈവത്തിൻ്റെ കരങ്ങൾ താണിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഉയർത്തുവാനായിട്ട് ആഗ്രഹിച്ച്, ദൈവം ഉയർത്തുന്ന സമയത്ത് ഉയർച്ച പെടുവാനായിട്ട് ഒരു താഴ്മയോടുകൂടെ കാത്തിരുന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരങ്ങൾ അതിനനുസരണമായിട്ട് ഉയർത്തപ്പെടുവാനിടയായി. ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ കടന്നുപോയി. ഒരു ഈസി ആയിരിക്കുന്ന ഒരു വേ ആയിരുന്നില്ല, വളരെ നിസ്സാരമായിരിക്കുന്ന ഒരു വഴിയായിരുന്നില്ല. വഴിയെ പോകുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരാ തൻ്റെ ചുറ്റുപാടുമുള്ളത്. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഇഫ്താഹെന്ന് കളിയാക്കി വിളിച്ചുകൊണ്ട് പറയപ്പെടുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും താൻ ഒന്നാഗ്രഹിച്ചു, എന്നെ ഇന്ന് നിന്ദിക്കുന്ന സകല നിന്ദകളും മാറ്റി എനിക്ക് അഭിമാനം ലഭിക്കുന്നൊരു ദിവസമുണ്ട്, ഇവരെന്നെ മാനിക്കുന്നൊരു ദിവസമുണ്ട്. സ്വർഗത്തിലെ ദൈവം ആരെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവർ മാനിതരായി തീരുവാനിടയായി. ഇതാ ഇഫ്താഹിൻ്റെ ഒന്നാമത്തെ വിശ്വാസം. രണ്ടാമത്തെ പ്രത്യേകത, ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 11. അങ്ങനെ ഇഫ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോട് കൂടെ പോയി ജനം അവനെ തലവനും സേനാധിപതിയുമാക്കി. ഇഫ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തന്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. രണ്ടാമത്തെ ഇഫ്താഹിന്റെ വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ് ഇവിടെ വെളിപ്പെടുത്തിയത്. മിസ്പയിൽ വെച്ച് ഇഫ്താഹ് തന്റെ കാര്യമെല്ലാം ദൈവസന്നിധിയിൽ പ്രസ്താവിച്ചു. എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഒരു വേർഡ്. ഈ ഒരു അനുഭവം കിട്ടണമെന്ന് പലപ്പോഴും നമ്മൾ യാചിക്കുന്നുണ്ട്. എന്തുവാ ഇവിടെ ചെയ്യുന്നേ? അങ്ങോട്ട് പോയി മുട്ടുമേ ഇരുന്നു ഉള്ളത് മുഴുവൻ പറയുക. ഞാൻ ചിന്തിച്ച് എന്തൊക്കെയായിരിക്കണം ഇഫ്താഹ് ദൈവത്തോട് പറഞ്ഞത്. ദൈവത്തോട് ഒന്നാമതായിട്ട് താൻ പറഞ്ഞു കാണുന്ന ഒരു കാര്യമാണ് തൻ്റെ റിജക്റ്റഡ് എക്സ്പീരിയൻസ്. എല്ലാവരും തന്നെ തള്ളിക്കളഞ്ഞതായിരിക്കുന്ന അവസ്ഥകൾ, കഴിഞ്ഞ നാളുകൾ താൻ അനുഭവിച്ചതായിരിക്കുന്ന വ്യഥകൾ, കഴിഞ്ഞ നാളുകൾ താൻ അനുഭവിച്ചതായിരിക്കുന്ന ഭാരങ്ങൾ, നിന്ദകൾ, നിരാശകൾ, ഇതെല്ലാം തൻ്റെ മുൻപിലുണ്ട്. ഒരു വലിയ വേദനയോടുകൂടിയാ താൻ ആയിരുന്നത്. കഴിഞ്ഞ നാളുകളൊക്കെ ഈ വേദന ഉള്ളിൽ അങ്ങ് മുട്ടിക്കൊണ്ട് നിൽക്കുക. എന്നാൽ ഇപ്പോൾ
ദൈവം ഉയർത്തപ്പെടുവാനൊരു സമയം കടന്നു വന്നപ്പോൾ താൻ ആ ഒരു യുദ്ധം ചെയ്യുന്നതിന് മുൻപായിട്ട് പോയി നേരെ അങ്ങ് മുട്ടുകളെ മടക്കി ദൈവത്തോട് തൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനോളം വലിയ അനുഗ്രഹം വേറൊന്നുമില്ല. ഹന്ന ദൈവസന്നിധാനത്തിൽ പോയി തൻ്റെ ഹൃദയം അങ്ങ് പകർന്നു. എന്തുവാ സംഭവിച്ചത്? അവൾ അനുഗ്രഹിക്കപ്പെട്ടു. എന്തുവാ ചെയ്തത്? വേറെ ഒന്നും ചെയ്തില്ല. തൻ്റെ യോഗ്യതകളൊന്നും പറയുവാനില്ല. തനിക്ക് പറയുവാനുള്ള കൈപ്പിൻ്റെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ തന്നെ നിന്ദിക്കുന്ന കഥകൾ മാത്രമേ പറയുവാനുള്ളൂ. പക്ഷെ ഒരു കാര്യം അവൻ ചിന്തിച്ചു, ഇനി ഒരു സമയം പോലും വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ പാദപടങ്ങളിലേക്ക് ഞാൻ ചെന്ന് എൻ്റെ ഉള്ളമെല്ലാം എൻ്റെ ദൈവത്തോട് പറയാൻ പോവാ. ഞാൻ ആരാ, ഞാൻ ഏതവസ്ഥയിലാണ്, എൻ്റെ വീട്ടുകാരെന്നെ എങ്ങനെയാണ് കാണുന്നത്, എൻ്റെ സഭ എന്നെ എങ്ങനെയാണ് കാണുന്നത്, എൻ്റെ കൂട്ടുകാരെന്നെ എങ്ങനെയാണ് കാണുന്നത്, എനിക്കൊന്നും മറച്ചു വെക്കുവാനില്ല. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, പലരുടെയും മുൻപിൽ പലതും മറച്ചു വെക്കുവാൻ സാധിക്കും. സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നും മറച്ചു വെക്കില്ല. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ഉള്ളങ്ങൾ പകരുമ്പോൾ ഇഫ്താഹ് ചെയ്ത ഒരു കാര്യമാണ്, തൻ്റെ കാര്യമെല്ലാം യഹോവയുടെ സന്നിധിയിൽ പോയി പ്രസ്താവിച്ച് pour out his heart. തൻ്റെ ഹൃദയം അങ്ങോട്ടങ്ങ് പകർന്നു. എന്തുവാ താൻ പകർന്നത്? ഒന്ന് പകർന്നത് തൻ്റെതായിരിക്കുന്ന റിജക്ഷൻ എക്സ്പീരിയൻസ്. രണ്ടാമതൊരു പക്ഷേ താൻ പറയുവാനിടയായിത്തീർന്നത് ഇറ്റ്സ് നീഡ്സ് ടു ഹാവ് ദ വിക്ടറി. തനിക്ക് ജയം കിട്ടണമെന്നുള്ള തൻ്റെ ആവശ്യം. ഇവിടെ നിൽക്കുന്ന എന്തുവാ? തങ്ങളുടെ സഹോദരന്മാരുടെ മുൻപിലാണ് താൻ നിൽക്കുന്നത്. സഹോദരന്മാരൊണ്ടിപ്പുറത്ത് അവരെ നോക്കിക്കൊണ്ട് നിൽക്കുക. പക്ഷേ ഇഫ്താഹിന് ഒരു കാര്യമുണ്ട്, എൻ്റെ ദൈവമേ, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ഞാൻ അങ്ങോട്ട് പോവാ, എനിക്ക് യാതൊരു കഴിവുമില്ല യുദ്ധം ചെയ്യുവാൻ, നീ എന്നോട് കൃപ കാണിക്കണം. ഈ യുദ്ധത്തിൽ ജയിക്കുവാൻ എന്നെ സഹായിക്കണം. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദ സിമ്പിൾ പ്രയർ ബ്രിങ്സ് ആൻസർ. നമ്മൾ ഒത്തിരി വാചാലതയോടുകൂടെ നിൽക്കുന്നുവെങ്കിൽ ദൈവം പലപ്പോഴും ഉത്തരം കിട്ടുകയില്ല. ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഉള്ളിൽ തട്ടി ഏതെങ്കിലും ഒരു വേർഡ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ ഉത്തരവുണ്ട്. എന്താ ഇവിടെ സംഭവിച്ചത്? തനിക്കൊരാഗ്രഹമുണ്ട്, എൻ്റെ ദൈവമേ, ഈ അമ്മോന്യര് ഞങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുക, നീ ഒരു കാര്യം ചെയ്യണം, എന്നെ ഒന്ന് സഹായിക്കണം, എനിക്കൊരു വിജയം തരണം. എൻ്റെ കഴിവിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, എനിക്ക് കഴിവില്ല, നിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ മഹാദയിൽ തന്നെ ആശ്രയിക്കുക. ഒരു പക്ഷേ ഗിദെയോൻ ഇഫ്താഹ് ചെയ്തത് അതിൻ്റെ 12-ാമത്തെ വാക്യം വായിച്ചോട്ടെ. ഈ പ്രസ്താവനയൊക്കെ കഴിഞ്ഞപ്പോൾ ഇഫ്താഹ് എന്ത് ചെയ്തു? അമ്മോന്യരുടെ രാജാവിൻ്റെ അടുക്കൽ ആൾക്കാരെ അയച്ചു. അപ്പോൾ ഇഫ്താഹിൻ്റെ ഈ പ്രസ്താവനയ്ക്കകത്ത് എന്തുകൂടെ കാണും? വാസ്തവത്തിൽ ഇപ്പോൾ അമ്മോന്യർ ഇസ്രായേൽ മക്കളുമായി യുദ്ധം ചെയ്യാൻ വന്നിരിക്കുക. ഇഫ്താഹ് ചെയ്യേണ്ടിയിരുന്നത് എന്തുവാ? നേരെ അവരുമായിട്ട് യുദ്ധം ചെയ്യുക. പക്ഷേ ഇപ്പം ഇഫ്താഹ് ചെയ്യുന്നത് അതല്ല. ഇഫ്താഹ് അമ്മോന്യരുടെ രാജാക്കന്മാരുടെ അടുക്കലേക്ക് തൻ്റെ ദൂതന്മാരെ അയച്ച്, തൻ്റെ ആൾക്കാരെ അയച്ചിട്ട് ഒരു ചോദ്യം ചെയ്തു, നിങ്ങൾ എന്തിനാ ഞങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കാൻ വരുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എവിടുന്ന് കിട്ടിയ ആലോചനയാണ്? എവിടുന്ന് കിട്ടി? അപ്പോൾ ഈ ദൈവത്തിൻ്റെ സന്നിധാനത്തിരുന്ന് താൻ കാര്യങ്ങളൊക്കെ പ്രസ്താവിച്ചപ്പോൾ ഒരു കാര്യം കൂടെ താൻ ചോദിച്ചു കാണും, എന്തുവാ? എങ്ങനെയാ ദൈവമേ ഞാൻ ഈ യുദ്ധം ചെയ്യണ്ടേ? എനിക്കറിയത്തില്ല, എന്താ ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഒരു വലിയ പ്രശ്നം മുമ്പിൽ നിൽക്കുക. ഈ പ്രശ്നത്തിന് മുമ്പിൽ പലരും പണ്ട് പല രീതിയിൽ ജയമെടുത്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ വിഷയം അതല്ല. എങ്ങനെ ഞാൻ ഇതിനകത്ത് പ്രവർത്തിക്കണം? എന്തായിരിക്കണം ഞാൻ ഇതിനകത്ത് ചെയ്യേണ്ടത്? എങ്ങനെയായിരിക്കണം ഞാൻ മുൻപോട്ട് കടന്നു പോകേണ്ടത്? ഇഫ്താഹ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ താൻ ഉള്ളങ്ങൾ പ്രസ്താവിച്ചപ്പോൾ താൻ ദൈവസന്നിധാനത്തിൽ ചെന്നിട്ട്
താൻ പ്രസ്താവിച്ചതിനകത്ത് ഞാൻ കാണുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, തൻ്റെതായിരിക്കുന്ന റിജക്റ്റഡ് എക്സ്പീരിയൻസ്. 2, ദൈവമേ നീ എനിക്ക് ജയം തരണം, ദൈവത്തോടുള്ള അപേക്ഷ. 3, ഹൗ ടു ഡു ദിസ് വാർ. ഈ യുദ്ധം ഞാൻ എങ്ങനെ ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കണം, വളരെ സ്റ്റാറ്റിക്സിലാണ് ഈ പുള്ളി യുദ്ധം ചെയ്യുവാൻ പോയത്. നിങ്ങൾക്കറിയാം, ഈ പുള്ളി വളരെ സ്മൂത്തായിട്ട് എന്ത് ചെയ്തു? ഇഫ്താഹ് നേരെ അമ്മോന്യ രാജാവിൻ്റെ അടുക്കിലേക്ക് ആൾക്കാരെ അയച്ചു. നീ എന്തിനാ ഞങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നത്? അപ്പോൾ ഈ നിങ്ങൾ ആ കോൺവെർസേഷൻ വായിച്ചാൽ വളരെ രസമാണ്. അതിൻ്റെ അമ്മോന്യ രാജാവ് പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യാൻ കാരണമായി തീർന്നത് ഇസ്രായേൽ മക്കൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്ഥലമൊക്കെ അവകാശമാക്കി, അത് ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ ഈ ഇഫ്താഹ് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ ഒരു സ്ഥലവും കൈവശമാക്കിയില്ല. സത്യമാണ്, ഒരു സ്ഥലം ഇവരുടെ മേടിച്ചിട്ടില്ല. എന്നിട്ടും ഈ അമ്മോന്യ രാജാവിനറിയാം ഇസ്രായേൽ മക്കൾ സ്ഥലം അവകാശമാക്കിയിട്ടുണ്ടെന്ന്. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പിക്കുന്ന കാര്യമുണ്ട്. വായിച്ചാട്ട് Deuteronomy chapter 2. Yes, verse 9. മോവാബിയരെ ഞെരുക്കരുത്. ദൈവം ഓൾറെഡി ഇവരോട് പറഞ്ഞൊരു കാര്യമായി. ഇസ്രായേൽ മക്കളുടെ മരുഭൂ പ്രയാണമായത്. ദൈവം മോശയോട് പറയുകയാണ്, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ മോവാബിയരുടെ സ്ഥലത്തൂടെ നിങ്ങൾ പോകാൻ പോകുന്ന പക്ഷെങ്കിൽ നിങ്ങൾ പടയെടുക്കരുത്, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത്. ഞാൻ നിങ്ങൾക്കൊരു കാലടി സ്ഥലം പോലും നിങ്ങൾക്ക് അതിനകത്ത് തരത്തില്ല. അപ്പോൾ മോവാബിയരുടെ ഒരു സ്ഥലം പോലും കൈവശമാക്കുവാൻ ദൈവം കൽപ്പിച്ചില്ല. 18-ാമത്തെ വാക്യം, വേഴ്സ് 18. എന്തോ ദൈവം പറഞ്ഞു, അമ്മോന്യരോട് അടുത്ത് ചെല്ലുമ്പോൾ നീ അവരെ ഞെരുക്കരുത്. ദൈവം ഓൾറെഡി ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. നിങ്ങൾക്കറിയാമോ ഏത് രാജാവ് ഇപ്പം യുദ്ധത്തിന് വന്നേക്കുന്നേ? അമ്മോന്റെ രാജാവ്. പുള്ളി പറയുന്നത് എന്തുവാ? ഞങ്ങളുടെ ദേശം ഇസ്രായേൽ മക്കൾ അന്ന് മരുഭൂമിയിൽ കൂടെ കടന്നു വന്നപ്പോൾ അവകാശമാക്കി. ദൈവം ഇവിടെ പറയുന്നു, മോവാബിയരോട് പറയുന്നു, നിങ്ങൾക്ക് ഞാൻ അവിടെ ഒരു കാലടി സ്ഥലം പോലും വെക്കാൻ ഞാൻ നിങ്ങൾക്ക് തരത്തില്ല. അമ്മോന്യരോട് ദൈവം പറഞ്ഞ്, ഇതേ അമ്മോന്യരെ കുറിച്ച് ഇസ്രായേൽ മക്കളോട് ദൈവം കൽപ്പിച്ചത് ഇപ്രകാരമാണ്, നിങ്ങൾക്ക് അമ്മോന്യരുടെ ദേശത്ത് ഞങ്ങൾ അമ്മോന്യരോട് യുദ്ധം ചെയ്യരുത്, അവരോട് പടയെടുക്കരുത്, നിങ്ങൾക്കൊരല്പം പോലും സ്ഥലം ഞാൻ നിങ്ങൾക്ക് തരത്തില്ല. അപ്പോൾ ഇവിടെ ഈ ഇഫ്താഹ് ഈ അമ്മോന്യരോട് പറഞ്ഞ ഒരു വേർഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. വേഴ്സ് 15, 14-15 വാക്യം ഒന്ന് വായിച്ചാട്ടോ. ഇസ്രായേൽ മോവാബ് ദേശമോ അമ്മോന്യരുടെ ദേശമോ അടക്കിയിട്ടില്ല. ശരിയല്ലയോ? സ്വർഗത്തിലെ ദൈവം അവർക്കൊരു ശകലം പോലും സ്ഥലം അതിനകത്ത് കൊടുത്തിട്ടില്ല. ഇഫ്താഹ് പറഞ്ഞു, ഞങ്ങൾ ആരും ഒരു ദേശവും കൈവശമാക്കിയിട്ടില്ല, പിന്നെ നീ എന്തിനാ ഞങ്ങളുടെ അടുത്ത് വന്നേ? എന്ത് സംഭവിച്ചു ഇതിനകത്ത്? വായിച്ചോട്ടെ 19-ാമത്തെ വാക്യം. പിന്നെ ഇസ്രായേൽ ഹെഷ്ബോനിൽ വാണിരുന്ന അമ്മോന്യ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ചു, നിന്റെ ദേശത്ത് കൂടി എന്റെ സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ അനുവാദം തരണമെന്ന് പറയിച്ചു. എങ്കിലും സീഹോൻ ഇസ്രായേൽ തന്റെ ദേശത്ത് യുദ്ധം നടക്കാൻ പോവുകയാണ് സീഹോനുമായിട്ട്. നിങ്ങൾക്കറിയാം യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. മോശയുടെ കാലത്ത് സീഹോനുമായിട്ട് യുദ്ധം ചെയ്യുവാൻ പോവുകയാണ്. ആ സീഹോനുമായിരിക്കുന്ന യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു, എവിടം വരെ പിടിച്ചടക്കി? വായിച്ചോട്ട് 22-ാമത്തെ വാക്യം. അർന്നോൻ മുതൽ യാബോക്ക് വരെയും മരുഭൂമി മുതൽ യോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശമൊക്കെയും അവർ പിടിച്ചടക്കി. എന്ത് സംഭവിച്ചു? അവിടെ പറയപ്പെടുന്നത് അർന്നോൻ മുതൽ യാബോക്ക് വരെയും മരുഭൂമി മുതൽ യോർദാൻ വരെയുമുള്ള അമോര്യരുടെ ദേശമൊക്കെയും അവർ പിടിച്ചടക്കി. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? നിങ്ങൾ ഒരു വാക്യം കൂടെ വായിച്ചാട്ട്. നമ്പേഴ്സ് ചാപ്റ്റർ 21, 21-ാം അധ്യായം. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 21 മുതൽ 24 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവിടെ നമുക്ക് അതിന്റെ ക്ലൂ നമുക്ക് കാണാം. അവിടെ നിന്ന് ഇസ്രായേൽ അമോര്യരുടെ രാജാവായ സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അമോര്യരുടെ രാജാവായിരിക്കുന്ന സീഹോന്റെ അടുക്കൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുവാൻ വന്നത് ആര്? അമ്മോന്യർ. ഇവിടെ ഇപ്പോൾ ആരോടാ യുദ്ധം ചെയ്യാൻ പോകുന്നത്? അമോര്യർ. രണ്ട് രാജ്യങ്ങളാണ്. ശ്രദ്ധിക്കണം, രണ്ട് പേരുമെല്ലാം നാളുമെല്ലാം ഒരുപോലെ തന്നെയാണ്. ഒന്നാര്? അമ്മോന്യർ, മറ്റേതാര്? അമോര്യർ. രണ്ട് രാജ്യങ്ങളാണ്. ശ്രദ്ധിച്ചോണം. ഓക്കെ, അന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അമ്മോന്യരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ പോകരുത്. പക്ഷേ ഇപ്പോൾ യുദ്ധം ചെയ്യുവാൻ വന്നിരിക്കുന്നത് ആര്?
അമോരിയ താഴോട്ട് വായിച്ചാട്ട്. ഞാൻ നിന്റെ ദേശത്തു കൂടി കടന്നു പോകുവാൻ അനുവദിക്കണമേ. ഉം. ഞങ്ങൾ വയലിലെങ്കിലും മുന്തിരിത്തോട്ടത്തിലെങ്കിലും കയറുകയില്ല, കിണറ്റിലെ വെള്ളം കുടിക്കുകയുമില്ല. ഞങ്ങൾ നിന്റെ അതിർ കഴിയും വരെ രാജപാതയിൽ കൂടി തന്നെ പൊക്കോളാം എന്ന് പറയിച്ചു. എന്നാൽ സീഹോൻ തന്റെ ദേശത്തു കൂടി ഇസ്രയേൽ കടന്നു പോകുവാൻ സമ്മതിക്കാതെ തന്റെ ജനത്തെ എല്ലാം ഒന്നിച്ചുകൂട്ടി ഇസ്രയേലിന്റെ നേരെ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവൻ യാഹാസിൽ വന്ന് ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു. ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു. ആര്? സീഹോൻ രാജാവ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇസ്രയേൽ അവനെ വാളിന്റെ വായ്ത്തല കൊണ്ട് വെട്ടി അർന്നോൻ മുതൽ യാബോക്ക് വരെയും അർന്നോൻ മുതൽ യാബോക്ക് വരെയും അമ്മോന്യരുടെ അതിർത്തി വരെയും ഉള്ള അമ്മോന്യരുടെ അതിരൊക്കെയും അവന്റെ ദേശത്തെ കൈവശമാക്കി. ശ്രദ്ധിച്ചോ? എന്നിട്ട് നെക്സ്റ്റ് വേർഡ് കൂടെ, അമ്മോന്യരുടെ അതിരോ ഉറപ്പുള്ളത്. അമ്മോന്യരുടെ അതിരോ ഉറപ്പുള്ളതായിരുന്നു. അപ്പൊ അമ്മോന്യരുടെ ദേശം ഇവര് കൈവശമാക്കിയില്ല എങ്കിലും എന്ത് കൈവശമാക്കി? അമ്മോന്യരുടെ അതിരൊക്കെയും ആര് കൈവശമാക്കി? ഈ സീഹോനോട് യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേൽ മക്കൾ കൈവശമാക്കി എന്ന് പറഞ്ഞാൽ ദൈവം ഓൾറെഡി അവരോട് പറഞ്ഞു, നിങ്ങൾ അമ്മോന്യരുടെ സ്ഥലത്തിൻ്റെ പിന്നാലെ പോവുകയാണോ, പക്ഷെ നിങ്ങൾക്ക് കാലടി പോലും ഞാൻ വെക്കാൻ സ്ഥലം തരത്തില്ല. അങ്ങനെയെങ്കിൽ ഈ അമ്മോന്യരുടെ അതിരെന്ന് പറയുന്നത് ആരെ തോൽപ്പിച്ചപ്പോഴാണ് കിട്ടിയത്? ഈ ദേശം സീഹോൻ. അങ്ങനെയെങ്കിൽ ഇത് ആര് കൈവശപ്പെടുത്തിയ സ്ഥലമാണ്? ആരാ കൈവശപ്പെടുത്തിയേ? ഈ അമ്മോന്യരുടെ അതിരെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ പിടിച്ചെടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വേർഡ് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, അമ്മോന്യരുടെ ഒരു സ്ഥലവും ഞാൻ നിങ്ങൾക്ക് തരത്തില്ല. അപ്പോൾ അമ്മോന്യരുടെ സ്ഥലം കടക്കാതെ ഇവർ പോന്നു. പക്ഷേ ഇപ്പോൾ ഇവര് സീഹോനെ പിടിച്ചടക്കുമ്പോൾ സീഹോന്റെ കയ്യിൽ നിന്ന് അവര് സ്ഥലം കൈവശമാക്കിയ സ്ഥാനത്ത് ഏതോടെ കൈവശമാക്കി? അമ്മോന്യരുടെ അതിര് വരെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ അമ്മോന്യരുടെ അതിര് ആരുടെ കൈവശത്തിൽ ഇരുന്നതാ? ആരെയാ യുദ്ധം ചെയ്ത്? ആരോടാ യുദ്ധം ചെയ്തേ? സീഹോനോട്. സീഹോനോട് യുദ്ധം ചെയ്തപ്പോൾ എന്ത് കിട്ടി? അമ്മോന്യരുടെ അതിർ വരെ കിട്ടി. അങ്ങനെയെങ്കിൽ ഈ അമ്മോന്യരുടെ അതിർ ആരുടെ കൈവശത്തിൽ ഇരുന്നതാ? സീഹോൻ രാജാവിൻ്റെ കൈവശം. അപ്പൊ അന്ന് അമ്മോന്യ ദേശമെന്ന് പറയുന്ന അമ്മോന്യരുടെ ഈ അതിര് സ്ഥലങ്ങൾ സീഹോൻ ഓൾറെഡി അവകാശം പറഞ്ഞിരിക്കുക. സീഹോൻ അവിടെ സീഹോനാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സീഹോനാണ് അവിടുത്തെ രാജാവ്. ഇവരുടെ അതിര് മറ്റാരോ പിടിച്ചെടുത്തുകൊണ്ട് പോയത്, അതിര് മോഷ്ടിച്ചാൽ നിൽക്കുന്ന സീഹോൻ. അപ്പോൾ സീഹോനെ പിടിച്ചടക്കിയപ്പോൾ ഏതോടെ കിട്ടി? അമ്മോന്യരുടെ അതിനായിപ്പം പിടിക്കാൻ വന്നേക്കുന്നു. 11-ാം അധ്യായം അതിൽ 26-ാമത്തെ വാക്യം. അരോവേരിലും അതിന്റെ പട്ടണങ്ങളിലും അർന്നോൻ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും 300 സംവത്സരത്തോളം പാർത്തിരിക്കെ 300 സംവത്സരത്തോളം പാർത്തിരിക്കെ ആ കാലത്തിനിടയിൽ നിങ്ങൾ അവയെ ഒഴിപ്പിക്കാതിരുന്നത് എന്ത്? അപ്പൊ ഇതുവരെ ഇവർക്കെന്ത് വേണ്ടായിരുന്നു? ഈ സ്ഥലം വാസ്തവത്തിൽ ആരുടെയാ? അമ്മോന്യരുടെ. പക്ഷെ ഇസ്രായേൽ മക്കൾ കിട്ടിയപ്പോൾ ആരുടെ നിന്നാ കിട്ടിയത്? സീഹോന്റെ കയ്യിൽ നിന്ന്. സീഹോന്റെ കയ്യിൽ നിന്ന് കൈവശമാക്കി ഇവരിത് അവകാശം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 350 വർഷമായിട്ട് ഇങ്ങനൊരു സ്ഥലത്തെക്കുറിച്ച് ഇവർക്ക് യാതൊരു ചിന്തയില്ല. ചില സമയത്താ ചില ചിന്ത പൊങ്ങുന്നേ, അത് നാശത്തിൻ്റെ ചിന്തയുമാ. എന്താ ഇവിടുത്തെ വിഷയം വന്നത്? ഇവിടെ വന്ന ചിന്തയെന്ന് പറയുന്നത് ഈ 300 സംവത്സരം കഴിഞ്ഞപ്പോൾ തങ്ങളുടെ അവകാശം ഇതൊക്കെയാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവകാശം പിടിച്ചു പറ്റാണ് ഈ അമ്മോന്യൻ കടന്നു വന്നിരിക്കുന്നത്. അതാ പുള്ളി ഇഫ്താഹ് ചോദിച്ചത്, നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് യുദ്ധം ചെയ്യുന്നേ? ഞാൻ നിങ്ങളുടെ സ്ഥലമൊന്നും ഇതുവരെ മോഷ്ടിച്ചെടുത്തില്ല. നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ യുദ്ധം ചെയ്ത് കൈവശമാക്കിയില്ല. ഞങ്ങളിത് കൈവശമാക്കിയത് ഇത് ഇങ്ങനൊന്നുമല്ല. സീഹോന് നിങ്ങൾ അവകാശം കൊടുത്തതാ, ആ അവകാശമാണ് ഞങ്ങൾ കൈവശമാക്കിയത്. ദാറ്റ്സ് ഓൾ. പക്ഷെ ഇപ്പോൾ ആ അവകാശത്തിന് വേണ്ടിയാണ് പിടിച്ചു വരുന്നത്. ഓർത്തോണേ, 350 കൊല്ലം മുമ്പ്, അതിനെത്രയോ വർഷം മുമ്പ് ആരാണ്ടത് കൈവശമാക്കിയത്. ഇപ്പം ചെല്ലുക, ഇതെൻ്റെ അവകാശമാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആക്ച്വലി ഇഫ്താഹിൻ്റെ വേർഡ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വായിച്ചാട്ട് അതിൽ 24-25. നിന്റെ ദേവനായ കെമോശ് നിനക്ക് അവകാശമായി തരുന്ന ദേശത്തെ നീ അടക്കി അനുഭവിക്കുകയല്ലയോ? പുള്ളി ഒരു ചോദ്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കുക. നിന്റെ ദേവൻ, നിന്റെ ദൈവം കമോശ് ദൈവം നിന്നോട് പറയുക, ഇത് നിനക്ക് അവകാശമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ നീ കൈവശമാക്കത്തില്ലേ? നല്ലൊരു ചോദ്യം താഴെ.
അങ്ങനെ തന്നെ ഞങ്ങളുടെ ദൈവമായ യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നവരുടെ അവകാശം ഞങ്ങളും അടക്കി അനുഭവിക്കും. That's all. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ദൈവത്തിൻ്റെ പാദങ്ങളിൽ ഇരുന്ന് ഹൃദയം ഒന്ന് പകരാൻ ആഗ്രഹിച്ചാൽ ദൈവം സകല പരിജ്ഞാനവും തരും. എങ്ങനെയാ സംസാരിക്കേണ്ടത്, എന്ത് സംസാരിക്കണം, ഇതെല്ലാം ദൈവം പറഞ്ഞു തരും. വേണ്ടത് ഒറ്റ കാര്യമുള്ളൂ, ഒന്നിരുന്ന് കൊടുക്കണം. എന്താ ഇവിടുത്തെ വിഷയം? ഇഫ്താഹ് ചോദിക്കുക, ഞങ്ങൾക്ക് അവകാശമായി തന്നതാ, ഇത് ഞങ്ങൾ കൈവശമാക്കണ്ട. ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളോട് പറഞ്ഞു ഇത് കൈവശമായിക്കൊള്ളാൻ. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ പറയുന്നത് കൈവശമാക്കരുതെന്ന്? അപ്പോൾ തിരിച്ച് നിങ്ങൾക്കറിയാം, ഒരു പ്രശ്നത്തിലേക്ക് കടന്നു വരിക, യുദ്ധത്തിന് കടന്നു വരിക. തനിക്കറിയാം താനൊരു വാലറാണ്, പരാക്രമശാലിയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ സഹായമില്ലാതെ എനിക്ക് യുദ്ധം ജയിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ മനസ്സിലാക്കി, തൻ്റെ സ്വന്തം കഴിവ് സഹോദരന്മാരൊക്കെ മനസ്സിലാക്കി. ഇഫ്താഹിന് കഴിവുണ്ട്, അതിനാ പുള്ളിയെ പിടിച്ച് നായകനാക്കിയത്. അങ്ങനെയെങ്കിൽ ഇഫ്താഹിന് പറയാമായിരുന്നു എന്നെ കൊണ്ടൊക്കെ ചിലത് നടക്കുമെന്ന്. പക്ഷേ ഇഫ്താഹിന് ഒന്ന് പറയാനുണ്ട്. എന്തുവാ സംഭവിച്ചത്? വായിച്ചോട്ട് അതിൻ്റെ 30-ാമത്തെ വാക്യം. ഇഫ്താഹ് യഹോവയ്ക്ക് ഒരു നേർച്ച നേർന്നു പറഞ്ഞത്, നീ അമ്മോന്യരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അമ്മോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതിക്കൽ നിന്ന് എന്നെ എന്താ ഇഫ്താഹ് പറഞ്ഞു? നീ അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുമെങ്കിൽ. അപ്പോൾ ഇഫ്താഹ് എവിടെ ആശ്രയിച്ചു? ദൈവത്തിൽ ചാരി. അപ്പോൾ തൻ്റെ യുദ്ധത്തിൽ തൻ്റെ സ്വന്തം കഴിവിലല്ല ചാരിയത്. ചാരിയത് എവിടെയാ? ദൈവത്തിൽ. ശ്രദ്ധിച്ചോണേ, ഇഫ്താഹിൻ്റെ സ്വഭാവം നമ്മൾ പഠിച്ചോണേ. നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കാം, പക്ഷേ ഒരിക്കലും ചിന്തിക്കരുത് ഞാനങ്ങ് ചെയ്യാമെന്ന്. അത് വലിയ കോംപ്ലിക്കേഷൻ ആയിരിക്കും. കണ്ടിട്ടില്ലേ, വളരെ ഈസി എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് ചാടിയതൊക്കെ എന്തായിട്ടുണ്ട്? പ്രശ്നമായിട്ട്. എന്താ കാരണം എന്നാണെന്നറിയാമോ? ദൈവം ഒന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കുഞ്ഞേ, നിനക്ക് ഈസി എന്ന് പറയുമ്പോൾ നീ ചാടത്തക്കവണ്ണമല്ല. എൻ്റെ കഴിവില്ലാതെ നിനക്കൊന്നും ചെയ്യുവാൻ സാധിക്കും. ദൈവത്തിൽ ചാരുവാൻ സാധിക്കുമെങ്കിൽ അതാണ് വളരെ അനുഗ്രഹം. അടുത്ത വിഷയം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകുക. ദൈവത്തിൽ ഇഫ്താഹ് ചാരി. 4-ാമത്തത് പുള്ളിയുടെ പ്രത്യേകത, his faith strengthened him to keep the walls. ദൈവത്തിൻ്റെ മുൻപാകെ താൻ എടുത്ത നേർച്ച നിവർത്തിക്കുവാനുള്ള ശക്തി തനിക്ക് ലഭിച്ചു. നിങ്ങൾക്കറിയാം എന്തുവാ നേർച്ച നേർന്നത്? ദൈവത്തോടെ പറഞ്ഞു, ദൈവമേ, നീ ശത്രുവിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുമെങ്കിൽ ഞാൻ ജയാളിയായി മടങ്ങി വരുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ എതിരേറ്റു വരുന്നത് എന്താകുന്നു, ദ ഫസ്റ്റ്, ഞാനത് ദൈവത്തിന് ഹോമയാഗമായി അർപ്പിക്കും. ഞാൻ ചിന്തിച്ചു, ഈ പുള്ളി ഒരു എടുത്തിയാട്ടക്കാരനായതുകൊണ്ടായിരിക്കും ഈ ചിന്തിച്ചതെന്ന്. എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഈ പുള്ളിയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി, പുള്ളി വലിയ എടുത്തിയാട്ടക്കാരനൊന്നും ആയിരുന്നില്ല. എടുത്തിയാട്ടക്കാരനായിരുന്നുവെങ്കിൽ താന് മിസ്പയിൽ വെച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചിട്ട് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്തുവായിരുന്നു? പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? വളരെ പേഷ്യൻ്റ്ലി, വളരെ സാവകാശമായിട്ട് നിന്ന് ഭംഗിയായിട്ട് കാര്യം ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി പുള്ളി എടുത്തിയാട്ടക്കാരനൊന്നും അല്ല. പക്ഷെങ്കിൽ എന്തുവാ തൻ്റെ നാവിൽ കൂടെ വന്നത്? ഒരു ഭയങ്കര നേർച്ച. എന്തുവാ നേർന്നത്? ഞാൻ ജയാളിയായി മടങ്ങി എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ എന്നെ സ്വീകരിപ്പാൻ ആദ്യം എതിരേൽക്കുന്നത് എന്താകുന്നു? അത് എന്തെന്നുള്ളത് ദൈവത്തിന് മുമ്പാകെ കൊടുത്തിരിക്കുകയാണ്. എന്താകുന്നുവോ അത് ഞാൻ ദൈവത്തിന് നേർച്ചയായിരിക്കും. അപ്പോൾ ദൈവത്തിന് ഞാൻ ഹോമയാഗം കഴിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം എതിരേറ്റ് ആദ്യം വന്നത് ആരാ? ഒറ്റ മകളെ, വേറെ മക്കളൊന്നുമില്ല. ഏകജാതയായിരിക്കുന്നൊരു മകൾ. ഈ മകളാണ് തന്നെ എതിരേറ്റ് വന്നത്. ഇഫ്താഹ് ഒരു വലിയ പ്രശ്നത്തിന് നടുവിലായി. തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല.
ദൈവത്തിന് മുൻപാകെ കൊടുത്തൊരു തീരുമാനമാണ്, ഞാൻ അത് ഹോമയാഗമായി കൊടുക്കും. ഒരു വലിയ തീരുമാനമാണ് താൻ എടുക്കുന്നത്. ഈ ഇഫ്താഹ് പറയുന്നൊരു കാര്യമാണ്, എൻ്റെ മകളെ, മറ്റുള്ള മുമ്പിൽ നീ എൻ്റെ തല കുനിയിച്ചല്ലോ. ഞാൻ ചിന്തിച്ചു, ഇഫ്താഹെ നീ എപ്പോഴായി ഈ തീരുമാനമെടുക്കുന്നത്? ഒത്തിരി പറഞ്ഞു തരാനുണ്ട്. വായിച്ചാട്ടെ ഒരു വേർഡൂടെ, സമയം പോയി എന്ന് എനിക്കറിയാം. വായിച്ചാട്ടെ ഈ 11-ാം അധ്യായം അതിൽ 29-ാമത്തെ വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഇഫ്താഹിന്മേൽ വന്നു. യഹോവയുടെ ആത്മാവ് ഇഫ്താഹിന്മേൽ വന്നു. അപ്പോൾ ഇഫ്താഹിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു. ഒരു യുദ്ധത്തിന് വേണ്ടി ഇഫ്താഹിനെ ഒരുക്കുന്ന സമയത്താണ് ഇഫ്താഹ് ഈ തീരുമാനമെടുക്കുന്നത്. ഒരു റൈറ്റ് ടൈം. എന്താ തീരുമാനത്തിന് പിന്നിലുണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല. തീരുമാനമെടുത്തില്ലെങ്കിലും സ്വർഗ്ഗത്തിൽ നമ്മൾ വായിക്കുന്നത് വേഴ്സ് 29 വായിപ്പിച്ചേ. അവിടെ ഒരു തീരുമാനമെടുത്തില്ലെങ്കിലും സ്വർഗ്ഗത്തിലെ ദൈവം വിജയം കൊടുക്കും. പക്ഷേ ഇഫ്താഹിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സമർപ്പണത്തിന് വേണ്ടി ഇഫ്താഹ് ആഗ്രഹിച്ചു. ബട്ട് അവിടെ എന്ത് സംഭവിച്ചു? തൻ്റെ തീരുമാനം നിറവേറ്റപ്പെടുവാൻ തക്കവണ്ണം ബുദ്ധിമുട്ടുണ്ട്. തൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ തൻ്റെ തല കുനിക്കുക. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, എൻ്റെ ദൈവത്തിന് മുൻപിൽ ഞാനൊരു തീരുമാനമെടുത്തു. കഴിഞ്ഞ നാളുകളൊക്കെ നീ എനിക്ക് ഓമനയാ, പക്ഷേ ഇന്ന് നീ എനിക്കതല്ല. എന്താ ചെയ്തത്? തൻ്റെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം. നമ്മളായിരുന്നെങ്കിൽ വിജയമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് എൻ്റെ ദൈവത്തിന് ഇത്രയൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് മാറ്റുകയും. പക്ഷെങ്കിൽ ഫെയ്ത്ത് ലഡേ, വിശ്വാസം തന്നെ നയിച്ചു. എന്തിനു നയിച്ചു? തൻ്റെ നാവിൽ കൂടെ കടന്നു വന്ന നേർച്ച അക്ഷരീയമാണ് നിവർത്തിക്കപ്പെടുവാൻ. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കുക.